വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മഡ് ക്രാബിൻ്റെ ഒരു റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന ക്രാബാണ് വെക്കാറുള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ക്രാബ് കിട്ടി. അപ്പോൾ ഈ മഡ് ക്രാബ് റോസ്റ്റ്, പെപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞതും 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. സബോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 വലിയ സ്പൂൺ മുളക് പൊടി, ഇതൊക്കെ കൂടിയിട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറി വന്ന ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വെന്ത് അതൊന്ന് അലിഞ്ഞു കിട്ടണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അതൊക്കെ നന്നായി ഒന്ന് ഉടച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ മൂടി വയ്ക്കുകയാണ്. വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് തുറന്നു വെച്ചിട്ട് 1 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു വലിയ സ്പൂണ് നമ്മുടെ മുഴുവൻ കുരുമുളക് ഇട്ടിട്ട് കല്ലിലിട്ടൊന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുക്കണം. നിങ്ങളുടെ അടുത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രഷ് ആയിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വ്യത്യാസം കേട്ടോ. അപ്പം നമ്മളിതാ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ള ഈ തക്കാളിയിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂണ് ഈ ക്രഷ് ചെയ്ത പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒരു 30 സെക്കൻഡ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിത് നന്നാക്കി നമ്മുടെ കാലൊക്കെ ഒന്ന് ചതച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസൊക്കെ ഇറങ്ങും. ഇത് കഴുകി വെച്ച കുറച്ച് വെള്ളമുണ്ട്, അതടക്കമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഞണ്ടൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഞണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞണ്ടൊക്കെ വേവിക്കുമ്പോൾ ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തോടിൽ നിന്ന് തന്നെ കുറച്ച് ഉപ്പ് ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇടണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ കണ്ടോ, നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കഴുകിയ കുറച്ച് വെള്ളത്തോടൊപ്പമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്നും നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ക്രഷ് ചെയ്ത 1 സ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാണ്. നമ്മളുടെ പെപ്പർ ക്രാബ് ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കാം. ഇവിടെ ഇത്തിരി ചാറുള്ളത് ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ബൈ.